ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്, നമുക്ക് ജിമ്മിൽ പോകണ്ട. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അച്ഛൻദാസ് ആൻറ്റിയെ കുളിപ്പിച്ച് ഇങ്ങനെ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ താഴോട്ട് പോയപ്പം അടുക്കളയിൽ ഒരു പഴമൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് നേരെ നൂറിനാട് പച്ചക്കറി കട വരെ പോയി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന പാടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടെ കുറച്ച് സമയം സംസാരിച്ചു. നാളെ തൊട്ട് നമ്മൾ മസിൽ ബിൽഡിങ് പരിപാടിയൊക്കെ എന്നിട്ട് ആപ്പിളും പേരയ്ക്കൊക്കെ കൂടെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കിളിക്കൂട് കാണാനായിട്ട് ഉണ്ണിമോളും പൊടിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വീഡിയോ ഞാൻ മുകളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അമ്മൂഞ്ഞയും സുജയമ്മയും ഗീതാമ്മയും എല്ലാവരും കൊണ്ടുവിടാനായിട്ട് പോയി കേട്ടോ, കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ. സുജയമ്മ അർജുൻ ചേട്ടൻ കായംകുളത്ത് വന്നിട്ട് പിക്ക് ചെയ്തുകൊണ്ട് പോയേ. അപ്പോൾ കുറച്ച് ചക്കയും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കാറിനകത്തോട്ട് അപ്പുറത്തെ കാറിലോട്ടെല്ലാം ഷിഫ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ സുജയമ്മയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ അമ്മയ്ക്കുള്ള ട്രെയിൻ വന്നായിരുന്നു ട്രിവാൻഡ്രത്തോട്ട്. പിന്നെ അമ്മയെ അതിൽ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മൂനുള്ള ബാംഗ്ലൂരിനുള്ള ട്രെയിനും വന്നു. അമ്മൂനെ അതിലും കയറ്റി വിട്ടു. എന്നിട്ട് ഞാനും മാളും കൂടെ തിരിച്ചിങ്ങി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കയറിയിട്ട് ഒരു അൽഫാമും കഴിച്ചു. മാളും ആണെങ്കിൽ അവൾക്ക് കൂടുതലൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അവളൊരു ഫ്രൂട്ട് സലാഡ് മാത്രമേ കഴിച്ചുള്ളൂ. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരെ ചാന്ദിനിയോടോട്ട് പോയി. ഇന്ന് പരിമളത്തിൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ നമ്മൾ നാളെ പോകാൻ പറ്റാത്ത കാരണം ഇന്ന് വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതി. യാമി ഭയങ്കര കരച്ചിലാണ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അവിടെ നേരെ നമ്മൾ അവിടെ ചെന്നു. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ വീഡിയോ ഒക്കെ എടുത്തു. ഇക്കുഞ്ഞ് മരുന്ന് കൊടുക്കുന്ന പരിപാടിയാണ് ഇത്. ജ്യൂസാണെന്ന് ആർക്കാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കെല്ലാം കൊടുക്കും. എന്നിട്ട് അവനെ പറ്റിച്ച് അവനും കൊടുക്കും. നല്ല രസമായിരുന്നു. അവിടെയൊക്കെ നിന്ന് കുറേ സമയം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു. എന്നിട്ട് തിരിച്ച് വന്ന വഴിക്ക് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. അങ്ങനെ നേരെ കുറേ സമയം ഞങ്ങൾ റോഡിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വരാമെന്ന് എഴുതിയത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഫിഷ് ഓയിലും കാര്യങ്ങളും ഒക്കെ ഫിഷ് ഓയിലൊക്കെ എടുത്ത് ശരിക്കും വെള്ളവും കുടിച്ചിട്ട് അതിൻ്റെ ചെയ്തു. ബൈ ബൈ.